തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി.ജെ.പി. വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സമീപകാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമായിരുന്നു ഗുജറാത്തിലെ സൂറത്തിൽ നടന്നത്. സൂറത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ പട്ടിക പിൻവലിക്കപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ തള്ളപ്പെടുകയുണ്ടായി. ഈ സ്ഥാനാർത്ഥികൾ തന്നെയാണ് പട്ടിക പിൻവലിച്ചത്. ഇവിടെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ മുഖ്യ എതിരാളിയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാകുകയും, ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശം ചെയ്ത 3 പേരുടെ ഒപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവ്യക്തതയുണ്ടായിരുന്നു. ആ അവ്യക്തതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട 3 പേരും, എന്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും അവിടെ എത്തിയില്ല. അങ്ങനെ ആ പത്രിക തള്ളപ്പെടുകയും സൂറത്തിൽ നിന്ന് ബി.ജെ.പി. ഏകപക്ഷീയമായി വിജയിക്കുകയും ചെയ്തു. അതായത് ബി.ജെ.പിയുടെ എതിർ സ്ഥാനാർത്ഥികളുടെയൊക്കെ പട്ടിക തള്ളപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പല സ്ഥാനാർത്ഥികളും പട്ടിക പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷം മധ്യപ്രദേശിലെ ഇൻഡോറിലും സമാനമായിട്ടുള്ളൊരു സംഭവം നടക്കുകയുണ്ടായി. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബി.ജെ.പി. മത്സരിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ പ്രധാന എതിരാളി കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അക്ഷയ് ബാമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. എന്നാൽ അക്ഷയ് ബാം കഴിഞ്ഞ ദിവസം തൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇൻഡോറിൽ ബി.ജെ.പിക്ക് വലിയ എതിരാളികൾ ഇല്ലാതെ വരികയും ബി.ജെ.പി. എളുപ്പത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇൻഡോറിൽ നിന്ന് വിജയിച്ചു കയറുകയും ചെയ്യും. ഇപ്പോൾ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ജിത്തു പട്വാരി. അദ്ദേഹം പറയുന്നത്, മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അക്ഷയ് ബാമിന് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. 2007 ഈ കേസ് ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ കേസിനോടൊപ്പം കൂടി മറ്റൊരു വകുപ്പ് കൂടി ചേർത്തു. ആ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ കൊലപാതക ശ്രമ വകുപ്പാണ്. ഇത്തരത്തിൽ കേസിൽ തന്നെ കുടുക്കുമെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. നിരന്തരം ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ജിത്തു പട്വാരി പറഞ്ഞത്. ഇത്തരത്തിൽ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഭീഷണിയും പീഡിപ്പിക്കലും തുടർന്നതോടുകൂടിയാണ് മധ്യപ്രദേശ് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ് ബാമ തൻ്റെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചത്. ഇതോടുകൂടി ബി.ജെ.പിക്ക് അവിടെ ഒരു ഈസി വാക്കൗട്ട് നടന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, എതിർ സ്ഥാനാർത്ഥികളെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ എതിർ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയും ഇത്തരത്തിൽ പീഡിപ്പിക്കലിന് ഇരയാക്കിയുമായിട്ടാണ് ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പലയിടങ്ങളിലും തങ്ങളുടെ സ്വാധീനം, അല്ലെങ്കിൽ തങ്ങളുടെ വിജയം ഉറപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഘടകം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.